അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ദിക്ർ നമുക്കെങ്ങാനും പതിവാക്കാൻ കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. നമുക്ക് നാം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 നേട്ടങ്ങൾ നമുക്ക് ഈ ദിക്ർ വഴി നേടാൻ പറ്റും. 2 ദുനിയാവിൽ നേടാം, 2 മരണത്തിന് ശേഷം നേടാം. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദിക്റാണ്. ബഅലവി ത്വരീഖത്തിലെ ഏറ്റവും മുഹിമായ, അവരെ ചൊല്ലുന്ന എല്ലാ ദിക്റിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും മഹത്വമുള്ള, ഏറ്റവും വണ്ണമായ ദിക്റാണ് ഈ ദിക്ർ എന്നുള്ളത്. ഈ ദിക്ർ ഒരാൾക്ക് പ്രഭാത സമയത്ത് 100 തവണ ഒരാൾക്ക് പതിവാക്കാൻ കഴിഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, മൻ ഖാല, ഒരാൾ ഈ ദിക്ർ ചൊല്ലുന്നു, ഫീ കുല്ലി യൗമിൻ 100 മറ, ഓരോ നാളുകളിൽ 100 തവണ വീതം, കാന ലഹു അമാനം മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന്, സാമ്പത്തികമായ പ്രയാസങ്ങളിൽ നിന്ന്, ഒരാൾക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ, മരണം വരേക്കും ദാരിദ്ര്യം അദ്ദേഹത്തിന് വരാതിരിക്കാൻ ഈ ദിക്ർ കാരണമാണ്. വയുഹ്മനു മിൻ വഹ്ശത്തിൽ ഖബർ, ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട ഒരവസ്ഥ വരില്ല. വസ്തുജിലിബ ബിഹിൽ ഐന, ഐശ്വര്യമുള്ള ജീവിതം അദ്ദേഹത്തിന് ഈ ദിക്ർ വലിച്ചു കൊണ്ടുവരും. വസ്തുകുരിഅ ബിഹി ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽ ഈ ദിക്ർ വഴി അദ്ദേഹം മുട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ദുനിയാവിലെ 2 നേട്ടങ്ങളും, ദാരിദ്ര്യമുണ്ടാവുകയില്ല, സാമ്പത്തികമായ അഭിവൃദ്ധി നാൾക്കുനാൾ വർദ്ധിച്ചു വരും, വീട് ലഭിക്കും, സമ്പത്തുണ്ടാക്കാനും അതേപോലെ തന്നെ ഇസ്സത്തുള്ള ജീവിതം നയിക്കാൻ നമുക്കെന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെയും അല്ലാഹു തആല ശരിപ്പെടുത്തി തരും. മരണത്തിന് ശേഷം ഖബറിൽ ഒറ്റക്ക് കിടക്കേണ്ട ഒരവസ്ഥ വരികയില്ല. മഅ്ശറയിൽ ചെന്നാൽ അവിടെ നമുക്ക് പെട്ടെന്നായി സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഈ ദിക്ർ ചൊല്ലണം. ഏതാണ് ദിക്ർ? ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു അൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്റാണ്. ഇനി മുതൽ എല്ലാവരും പതിവാക്കണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.